ഈ സഹോദരി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ കുടുംബപരമായ ഒരു വിഷയം ആ ചാനലിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. താൻ ഭർത്താവുമായിട്ട് ഡിവോഴ്സായി എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. സ്വാഭാവികമെന്നോണം ഈ ഒരു വിഷയത്തെ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു. ആ സഹോദരി പറഞ്ഞു വെച്ച കാര്യത്തെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് അവരുടേതായ രീതിയിലുള്ള ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കൊടുത്ത് പല രീതിയിൽ റിയാക്ട് ചെയ്തു. അവസാനം സംഭവിച്ചതാകട്ടെ, ആ സഹോദരി ഇപ്പോൾ എന്നെ ഇങ്ങനെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. നോക്കൂ, ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണെന്ന് നാം എല്ലാവരും ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്? അത്തരം കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞു വെച്ചതുകൊണ്ടാണ് അതിനെ എടുത്ത് പല ആളുകളും റിയാക്ട് ചെയ്യാനുള്ള കാരണം. അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ സഹോദരിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. നോക്കുന്ന പല ആളുകളും പല കണ്ടന്റുകളുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബപരമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നതെങ്കിൽ അതിനു പിന്നാലെ നമുക്ക് നേരിടേണ്ടി വരുന്നത് വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും. അതുതന്നെയാണ് ഇവിടെ ഈ സഹോദരിക്കും സംഭവിച്ചത്. നോക്കിയത് ഈ ഒരു സഹോദരിക്ക് മാത്രം സംഭവിച്ച ഒന്നല്ല, മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലെ പല കുടുംബ പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് അത് പല ആളുകളും പല രീതിയിലും കണ്ടന്റാക്കിയിട്ട് അവസാനം ദുഃഖിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലെ വിഷയങ്ങൾ, നിങ്ങളുടെ ദാമ്പത്യ വിഷയങ്ങൾ ഇത്തരത്തിൽ പബ്ലിക്കിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പറയാതിരിക്കുക.